ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മളിന്നുള്ള നമ്മളെ സ്വന്തം നാട്ടിൽ തന്നെ കേട്ടോ പ്രൊഫൈൽ ലൈറ്റിൻ്റെ ടിപ്പായിട്ടാണ് കേട്ടോ ഇവിടെ വന്നത്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കാറുണ്ട് എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് 4-5 ചാനലൊക്കെ വരുമ്പോൾ എങ്ങനെ പ്രൊഫൈൽ ലൈറ്റ് അടിക്കുക, അതല്ല അതിൻ്റെ പിന്നെ കട്ടിങ്ങിൽ അങ്ങോട്ട് കൂടെ വ്യത്യാസം വന്നാൽ അത് ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് കമൻറ്റൊക്കെ ഉണ്ടാകുക. അപ്പോൾ നമ്മളിവിടെ ചെയ്ത 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രൊഫൈലിന് ചാനൽ അടിച്ചത് ജിപ്സത്തിൽ പുട്ടി അടിക്കുന്നതിന് തൊട്ട് മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്തു ചാനൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യും അതിൻ്റെ ഹെഡ്സിലേക്ക് പക്ക നീറ്റായിട്ട് കയറി നിൽക്കും. അതേപോലെ തന്നെ ഇവിടെ മാസ്ക് ടേപ്പ് നമ്മൾ പരമാവധി യൂസ് ആക്കി കേട്ടോ. അപ്പോൾ എന്തുണ്ടാവും വെച്ചാൽ കാണാൻ നല്ല വൃത്തിയുണ്ടാവും, പിന്നീട് ഒരു ക്ലീനിങ്ങിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതേപോലെ മാസ്ക് ടേപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കി ചെയ്യുന്നവർ ഒത്തിരി പേരുണ്ട്. ഞാനും ഇതേപോലത്തെ വീഡിയോ കണ്ടിട്ട് നമ്മളൊത്തിരി വർക്കിൽ ഉൾപ്പെടുത്തണം. അതേപോലെ തന്നെ ഇതേപോലെ ഒരു ഔട്ടർ നമ്മൾ ജോയിൻറ്റ് വരുന്നിടത്ത് കൊടുത്താൽ വളരെ എന്ത് ചെയ്യും അടിപൊളിയായിട്ട്, കാരണം അടുത്ത ഔട്ടർ വരുമ്പോൾ പക്ക നീറ്റായിട്ടിരിക്കും. അവിടെ ഒരു എഡ്ജിൽ കോട്ടങ്ങളൊന്നും സംഭവിക്കില്ല. ഇതേപോലെ ചെയ്താൽ മതി, ചാനലും പക്ക നീറ്റായിട്ട് നിൽക്കും. എന്നിട്ട് സ്ക്രൂ ചെയ്ത് നോക്ക്, അപ്പോൾ അടിപൊളിയായിരിക്കും. ചെറിയൊരു ഔട്ടറിൻ്റെ പീസിൻ്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന പീസിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നീറ്റായിരിക്കും. 2 ചാനൽ വരുന്ന ജോയിൻറ്റിലാണ് ഞാൻ പറയുന്നത്, അതായത് 45 വരുന്നിടത്തല്ല. അപ്പോൾ അവിടെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്ന്. കാരണം പലരും പല വിധാനമാണ് പല വർക്കുകൾ എടുക്കുക. ചില വർക്കൊക്കെ നമ്മൾ കാണുമ്പോൾ ആ വർക്ക് നമ്മളെ വർക്കിൽ